മഴ കനത്തതോടെ ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞതിനെ തുടർന്ന് മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. മാവൂർ ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. വിവിധ റോഡുകളിൽ വെള്ളം കയറി ഗതാഗതവും തടസ്സപ്പെട്ടു. മഴ കനത്തതോടെ ചാലിയാറും ചെറുപുഴയും ഇരുവഴിഞ്ഞിയും കരകവിഞ്ഞതിനെ തുടർന്ന് മാവൂർ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി. മാവൂരിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളെ മാറ്റി താമസിപ്പിച്ചു. വെള്ളം കയറിയ 3 മണിക്കാണ്. അപ്പോൾ ഞങ്ങൾ 3 മണിയാകുമ്പോൾ എണീച്ച് നോക്കിയപ്പോൾ മുറ്റത്ത് കുറഞ്ഞ വെള്ളം, പിന്നെ വെള്ളം അടിച്ചാട് കയറിയിട്ടില്ല. 4 മണിയാകുമ്പോൾ എണീച്ച് വീണ്ടും അപ്പോഴേക്ക് മുറ്റം ഫുള്ള് കയറാനായിരുന്നു വെള്ളം. സാധനങ്ങളൊക്കെ മാറ്റി, പിന്നെ ഇതിപ്പോൾ 3ാമത്തെ വെള്ളം അപ്പോൾ വരുന്നത്. 14-ാം വാർഡിൽ കച്ചേരിക്കുന്ന് അബ്ദുൽ ലത്തീഫ്, കച്ചേരിക്കുന്ന് ശ്രീവള്ളി, പുലിയപ്പുറം സത്യൻ, പുലിയപ്പുറം ശ്രീധരൻ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഈ വർഷം ഇത് 3ാം തവണയാണ് ഇവർ വീടൊഴിയുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 3 മണിയോടെ ജലനിരപ്പ് ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇവർ വീടുകൾ ഒഴിഞ്ഞു തുടങ്ങിയത്. ബന്ധുവീടുകളിലേക്കാണ് മാറിയത്. ഈ ഭാഗത്ത് ഏതാനും വീടുകൾ കൂടി വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. ജലനിരപ്പ് വീണ്ടും ഉയർന്നാൽ കൂടുതൽ വീടുകൾ ഒഴിയേണ്ടി വരും. ഇടറോഡുകളിൽ വെള്ളം കയറി ഗതാഗതവും മുടങ്ങി. ഇവിടെ ഒരു റിസോർട്ട് ഉണ്ടാക്കുന്നുണ്ട്, മണ്ണിട്ടിട്ടുള്ളത്. ഇവിടെ വെള്ളം ഇങ്ങനെ എല്ലാ വർഷവും വെള്ളം വരുന്നതാണ്. ഇവിടെ ഈ സ്ഥലത്തൊക്കെ ഇങ്ങനെ വെള്ളം വരും, പക്ഷെ എത്ര പെട്ടെന്ന് വെള്ളം വരില്ല. ഇവിടെ മണ്ണിട്ട് പൊന്തിച്ച് ഒരു റിസോർട്ട് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് മണ്ണിട്ട് പൊന്തിച്ചിട്ട് ഒരു വലിയൊരു ഇതുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണത്തിലാണ് ഇത്ര പെട്ടെന്ന് ഇവിടെ വെള്ളം കയറാൻ കാരണം. അല്ലെങ്കിൽ ഇവിടെ വെള്ളം അങ്ങനെ വരില്ല. മാവൂർ കൂളിമാട് പുൽപ്പറമ്പ് റോഡിൽ പുൽപ്പറമ്പിൽ വെള്ളം കയറി. ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. തെങ്ങിലക്കടവ് പൈപ്പ് ലൈൻ കണ്ണിപ്പറമ്പ് സങ്കേതം, പൈപ്പ് ലൈൻ കച്ചേരിക്കുന്ന്, തെങ്ങിലക്കടവ് ആയംകുളം, കൽപ്പള്ളി ആയംകുളം, കുറ്റിക്കടവ് കണ്ണിപ്പറമ്പ്, പുലപ്പാടി കമ്പളം, മണന്തലക്കടവ്, പൂളക്കോട്, ആമ്പിലേരി റോഡുകളും വെള്ളത്തിനടിയിലായി. റോഡുകൾ വെള്ളത്തിനടിയിലാവുകയും വയലുകളിൽ വെള്ളപ്പൊക്കമുണ്ടാവുകയും ചെയ്തതിനെ തുടർന്ന് പല സ്കൂളുകൾക്കും വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തന്നെ പ്രാദേശിക അവധിയും നൽകിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മാവൂർ.